നമ്മുടെ ജീവിതത്തിൽ നല്ല ലജ്ജ ഉണ്ടാവും. പെണ്ണുങ്ങന്മാർക്കുണ്ട ലജ്ജ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ഓൺലൈൻ മജ്ലിസിലും കൂടുതലല്ലേ ഇപ്പോഴത്തെ പെണ്ണുങ്ങന്മാരുടെ പരിപാടി അല്ലേ? ഉംറ ക്ലാസ്സിനായിട്ട് പങ്കെടുത്താൽ ഉംറ ക്ലാസ് എടുത്താലും ഉംറൻ്റെ അമീറും ഭർത്താവിനേക്കാൾ ബന്ധം. അതല്ലേ പുതിയ കാലം. ഒരു പെണ്ണിൻ്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മർഅത്തു ഔറത്തുൻ, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഔറത്താണ്. പെണ്ണ് എങ്ങനെയാണ് നിൽക്കേണ്ടത്? പെണ്ണിൻ്റെ ഡ്യൂട്ടി എന്താ ഇസ്ലാമിൽ? കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിൽ ബിരുദെടുത്താലും ഇല്ലെങ്കിലും നമ്മൾ ഔറത്തായിട്ട് നിൽക്കണം. ഉമ്മമാരെ, നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ശരിക്കും ഭർത്താക്കന്മാരോടായിരിക്കണം, വേറെ ആരോടുമല്ല, ഭർത്താവിനോട്. ഖദീജ ബീവി പഠിപ്പിച്ച അതല്ലേ? എത്ര അധ്വാനിച്ചിട്ടാ ഭർത്താവായ തങ്ങൾക്ക് ഫുഡ് കൊണ്ട് കൊടുത്തേ മല കയറിയിട്ട്. ഇന്നത്തെ താത്താമാർക്ക് ഒന്നുമില്ല. വമിൻ അലാമാത്തി ഇത്തിബാ ഇൽ ഹവ കസറത്തുൻ നവാഫിൽ ബിലാ ഫർളിന്ന് ഹിക്കമിൽ കാണാം. ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, ഓന് തോന്നി അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളാണ്. കുറേ സുന്നത്തുണ്ടാവും, പക്ഷെ ഫർളുണ്ടാവില്ല. ഇതാണ് പലപ്പോഴും ചില താത്താമാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.